പലസ്തീനിലെ ഐക്യരാഷ്ട്രസഭാ ഏജൻസിയായ UNRWAക്കെതിരെ ഇസ്രയേൽ ഉന്നയിച്ചത് വ്യാജ ആരോപണമെന്ന് സ്വതന്ത്ര വസ്തുതാന്വേഷണ സംഘം. UNRWAയുടെ 12 ജീവനക്കാർക്ക് ഹമാസുമായും ഒക്ടോബർ 7 നടന്ന ആക്രമണവുമായി ബന്ധമുണ്ടെന്നായിരുന്നു ഇസ്രയേൽ ആരോപിച്ചത്. എന്നാൽ ഇതിന് തെളിവ് ഹാജരാക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടതായി മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോന നേതൃത്വം നൽകിയ അന്വേഷണ കമ്മീഷൻ വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി ലോകരാഷ്ട്രങ്ങളുടെ സഹായത്തോടെ ഗാസയിലടക്കമുള്ള പലസ്തീനികൾക്ക് ഭക്ഷണവും മരുന്നും പുനരധിവാസവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്ന ഏജൻസിയാണ് UNRWA. 6 മാസത്തിലേറെയായി ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന മനുഷ്യക്കുരുതിക്കിടെ ഗാസയിൽ വ്യവസ്ഥാപിതമായി സഹായ വിതരണം നടത്തുന്ന ഏക സംവിധാനമാണിത്. എന്നാൽ ഇസ്രയേലിന്റെ വ്യാജ ആരോപണത്തെ തുടർന്ന് 15 രാജ്യങ്ങളെങ്കിലും UNRWAക്കുള്ള ധനസഹായ വിതരണം മരവിപ്പിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇക്കാര്യം തെളിയിക്കാൻ ഏത് തരത്തിലുള്ള അന്വേഷണവുമായും സഹകരിക്കുമെന്നും ഏജൻസി അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കാതറിൻ കൊളോനയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരിയിൽ സ്വതന്ത്രാന്വേഷണം തുടങ്ങിയത്. സംഘടനയിലെ കുറഞ്ഞത് 12 ജീവനക്കാരെങ്കിലും ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അതിക്രമങ്ങളിൽ നേരിട്ട് പങ്കിട്ടിട്ടുണ്ടെന്നായിരുന്നു നെതന്യാഹു അടക്കമുള്ള ഇസ്രയേൽ ഉന്നതർ ആവർത്തിച്ച് പറഞ്ഞത്. 30ഓളം ജീവനക്കാർ ആക്രമണത്തിന് സഹായം ചെയ്തതായും സംഘടനയുടെ 12% ജീവനക്കാർ ഹമാസ് ബന്ധമുള്ളവരാണെന്നും ഇവർ ആരോപിച്ചിരുന്നു. ഈ വ്യാജ ആരോപണത്തെ മുൻനിർത്തി UNRWAക്കുള്ള ധനസഹായം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കുമേൽ ഇസ്രയേലും US-ഉം സമ്മർദ്ദം ചെലുത്തി. തുടർന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളടക്കം 15 രാഷ്ട്രങ്ങൾ സഹായം നൽകുന്നത് മരവിപ്പിക്കുകയും ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ കിടപ്പാടമില്ലാതെയും ചികിത്സ കിട്ടാതെയും പട്ടിണി കിടന്നും നരകിച്ച ഗാസയിലെ മനുഷ്യരുടെ ഏക അത്താണിയായ UNRWA ഇതേ തുടർന്ന് ഫണ്ടില്ലാതെ പ്രവർത്തനങ്ങൾ വെട്ടിക്കുറച്ചു. ഇത് ഗാസയിലെ സ്ഥിതി അത്യന്തം വഷളാക്കിയിരുന്നു. പലസ്തീനിലുടനീളം മാനുഷിക സഹായം എത്തിക്കുന്ന ഏജൻസിക്കെതിരെ തെളിവിന്റെ കണിക പോലുമില്ലാതെയാണ് ഇസ്രയേൽ വ്യാജാരോപണം ഉന്നയിച്ചതെന്ന് മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോന നേതൃത്വം നൽകിയ അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. UNRWAയുടെ ജീവനക്കാരുടെ പട്ടിക സ്ഥിരമായി ഇസ്രയേലിന് സംഘടന നൽകാറുണ്ട്. എന്നാൽ 2011 മുതലുള്ള പട്ടികയിലെ ഏതെങ്കിലും ജീവനക്കാരെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ ആശങ്ക ഉന്നയിച്ചിട്ടില്ലെന്ന് ഗാർഡിയൻ ദിനപത്രം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. UNRWAയിലെ ഗണ്യമായ എണ്ണം ജീവനക്കാരും തീവ്രവാദ സംഘടനകളിൽ അംഗങ്ങളാണെന്ന് ഇസ്രയേൽ പരസ്യമായി ആരോപിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇതുവരെ ഇതിനുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നും കൊളോന കൂട്ടിച്ചേർത്തു. ഗാസ, ജോർദൻ, ലബനാൻ, സിറിയ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ പലസ്തീനികളുടെ ജീവനാഡിയാണ് UNRWA. അതേസമയം വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്ക് നേരെയുള്ള കുടിയേറ്റ അതിക്രമങ്ങൾക്ക് ഒരേയൊരു ഉത്തരവാദി ഇസ്രയേലാണെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീനികൾ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളെ തടയാൻ നെതന്യാഹു സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാട്ടി. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ 20 യൂണിറ്റുകളിൽ നിന്നുള്ള പലസ്തീനികളെ ഇസ്രയേലി സൈന്യം കുടിയിറക്കിയെന്നും 7 കമ്മ്യൂണിറ്റികളെയെങ്കിലും വേരോടെ പിഴുതെറിഞ്ഞുവെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടി. ഇസ്രയേലികളിൽ നിന്ന് പലസ്തീനികൾ ശാരീരിക പീഡനം, ലൈംഗിക അതിക്രമം തുടങ്ങിയ അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെന്ന് HRW പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൈനിക ആക്രമണങ്ങൾക്കിടയിൽ പൗരന്മാരുടെ കന്നുകാലികളെ മോഷ്ടിച്ചും സ്കൂളുകളും വീടുകളും നശിപ്പിച്ചും ഗാസയിൽ നിന്ന് നിർബന്ധിതമായി കുടിയിറങ്ങണമെന്ന് ഭീഷണിപ്പെടുത്തിയും ഇസ്രയേൽ കുടിയേറ്റക്കാർ പലസ്തീനികളെ ചൂഷണം ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.